ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് എക്സസൈസ് 7.6 ആണ്. പ്ലസ് ടു മാത്സിൽ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന 7ാമത്തെ ചാപ്റ്ററിലെ 6ാമത്തെ എക്സസൈസാണ് നമ്മൾ ചെയ്യുന്നത്. അതിലത്തെ അത് 8 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താണ് 9 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്, എക്സിൻ്റെ കോസ് ഇൻവേഴ്സ് എക്സ് എന്നാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ് 4 കോസ് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ അതെന്താണ് ഫസ്റ്റ് ഫംഗ്ഷൻ. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ആരാണ് ഫസ്റ്റ് ഫംഗ്ഷൻ, അതെന്താണ് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ അതെന്ത് വരും, ഇവിടെ എക്സ് സ്ക്വയർ ബൈ 2, അതായത് എക്സിൻ്റെ ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 വരും. ദെൻ കോസ് ഇൻവേഴ്സ് എക്സ് വരും മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ആരാണ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് അല്ല, -1 ഡിവൈഡ് ബൈ മൈനസ് എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് ദാറ്റ് ഈസ് എന്താണ് ഇനി എക്സ് സ്ക്വയർ, ഇൻറ്റഗ്രൽ എക്സ് എന്താണ് എക്സ് സ്ക്വയർ ബൈ 2 എന്ന് വരും. അപ്പോൾ ഈ മൈനസും ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എന്താണ്, ഇവിടെ ഒരു ഇൻറ്റഗ്രൽ ഉണ്ട്, 1/2 പുറത്തേക്ക് എഴുതാം. അപ്പോൾ നമുക്ക് എന്താണ് എക്സ് സ്ക്വയർ എന്നുള്ളൊരു, അതായത് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 1 - എക്സ് സ്ക്വയർ എന്ന് ഒന്നുകൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താണ് അതിനെ സെപ്പറേറ്റ് ആയി എടുത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്താണ് എക്സ് ഈസ് ഇക്വൽ ടു എന്തെന്നാണ് കോസ് വൈ എന്ന് കൊടുക്കാം. എക്സിന് കോസ് വൈ എന്ന് കൊടുത്തു. ഇനിയിപ്പോൾ എന്ത് വരും, ഡി എക്സ് ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താണ് ഇവിടെ ഒരു ഡി എക്സ് ഉണ്ടാവും. ഡി എക്സ് ഈസ് ഈക്വൽ ടു ആര് വരും, കോസിൻ്റെ ആകുമ്പോൾ മൈനസ് സൈൻ വൈ ഡി വൈ എന്ന് വരും. ദെൻ എന്താണ് നമ്മുടെ 1 - എക്സ് സ്ക്വയർ എന്താവും, നമുക്കിതിവിടെ എഴുതാം. എക്സ് സ്ക്വയറിന് എന്ത് ചെയ്യാം, കോസ് സ്ക്വയർ വൈ എന്ന് എഴുതാം. ദെൻ ഡിവൈഡ് ബൈ ഇവിടെ 1 - കോസ് സ്ക്വയർ വൈ എന്ത് വരും, സൈൻ വൈ എന്ന് വരും. മൈനസ് സൈൻ വൈ കിടക്കുന്നുണ്ട്, ഇൻറ്റു ഡി വൈ കിടക്കുന്നുണ്ട് ഇൻറ്റഗ്രലിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ സൈനും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ എന്തെന്നാണ് മൈനസ്, ആ മൈനസ് നമുക്ക് എന്ത് ചെയ്യാം, എടുത്തിട്ട് ഇവിടെ ഇട്ട് കൊടുക്കാം. ഈ 1/2 മുമ്പിലിട്ട് കൊടുക്കാം. അപ്പോൾ എന്തായി, കോസ് സ്ക്വയർ വൈ ഡി വൈ ആയിട്ടുണ്ട്. ഇനി കോസ് സ്ക്വയർ വൈ ഡി വൈനെ നമുക്ക് എന്താണ്, നമുക്ക് ഇങ്ങനെ എഴുതാം, 1 + കോസ് 2y/2 എന്ന് എഴുതാം. അപ്പോൾ ഇതിനകത്തുനിന്ന് എന്താണ് 1/2 പുറത്തെടുത്തിട്ട് നമുക്ക് എന്താണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് വരും, ഇതിൻ്റെ ആൻസർ y + കോസ് 2y എന്ന് പറയുമ്പോൾ എന്ത് വരും, സൈൻ 2y/2 എന്ന് വരും. അപ്പോൾ ഇതിനകത്ത് എന്താണ് പുറത്തൊരു 1/2 ഉണ്ട്. ആ 1/2 നമുക്ക് ഇവിടെ 1/4 എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ സൈൻ 2y നമുക്ക് എങ്ങനെ എഴുതാം, സൈൻ 2 സൈൻ വൈ കോസ് വൈ എന്നെഴുതാം. /2 ഉണ്ട്. അപ്പോൾ ആ 2 ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെന്താണുള്ളത്, വൈ പ്ലസ് ആണുള്ളത്, പ്ലസ് വൈ ആണുള്ളത്. ഇനി എന്തൊട്ടാണുള്ളത്, നമുക്ക് സൈൻ വൈ ഉണ്ട്, സൈൻ വൈ അല്ല കോസ് വൈ നമുക്കുണ്ട്. അതെന്താണ്, അത് എക്സ് ആണ്. നമുക്കത് എക്സ് എന്ന് എഴുതി കൊടുക്കാം. പിന്നെ വൈ എന്താണ്, ഈ വൈനെ നമുക്ക് എന്തെന്ന് കോസ് ഇൻവേഴ്സ് ആരാണ് എക്സ് എന്ന് എഴുതാം. മനസ്സിലായി. പിന്നെ എന്താണുള്ളത്, ഇവിടെ ഒരു സൈൻ വൈ എടുക്കുന്നുണ്ട്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 1 - റൂട്ട് ഓഫ് സൈൻ വൈ അല്ല, അപ്പോൾ കോസ് സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ കോസ് സ്ക്വയർ വൈ എന്ന് എഴുതാം. ആ കോസ് സ്ക്വയർ വൈനെ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇനി എന്താണ്, ഈ ഒരു ഭാഗം ഇനി ആവശ്യമില്ല, അപ്പോൾ നമുക്ക് മായ്ച്ച് കളയാം. ഇനി എന്താണ് ഇതിൻ്റെ മുമ്പിൽ എന്താണ് ഒരു -1/4 ഉണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ ഒരു പ്ലസ് ഉണ്ട്. അപ്പോൾ എന്ത് വരും, ഇവിടെ -/4, ഇതിലും എന്താണ് -1/4 ഇട്ട് കൊടുക്കുക. പിന്നെ എന്താ ചെയ്യുക, പ്ലസ് ആരാണ് എക്സ് സ്ക്വയർ ബൈ 2 ഇൻറ്റു കോസ് ഇൻവേഴ്സ് എക്സ് ഉണ്ട്, പ്ലസ് സി എന്ന് വരും, പ്ലസ് സി. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ വേണമെങ്കിൽ ഇതിനെ അറേഞ്ച് ചെയ്ത് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്, സൈൻ ഇൻവേഴ്സ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ് വരുന്നത്. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എന്താണ്, ഇത് ഏതാ ക്വസ്റ്റ്യൻ 9 10.
എത്ര സൈൻ ഇൻവേഴ്സ് എക്സ് ആണ് നമ്മുടെ ഫംഗ്ഷൻ വരുന്നത്. ഇവിടെ ഇപ്പോൾ എന്താണ് സൈൻ ഇൻവേഴ്സ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എന്താ വരിക, ഇതിപ്പോൾ എന്താ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ സൈൻ ഇൻവേഴ്സ് എക്സ് ഉണ്ടല്ലേ. അപ്പോൾ ഇതിലിപ്പോൾ എന്താണ് ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ. അപ്പോൾ ഇതിനെ രണ്ട് ഫംഗ്ഷനാക്കി മാറ്റണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, പുട്ട് സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൾ ടു എന്തെന്നാണ് വൈ എന്ന് കൊടുക്കുക. വൈ ഈക്വൾ ടു എന്താണ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് സൈൻ വൈ ഈസ് ഈക്വൾ ടു എക്സ് ആണ്. വേർ ഡി എക്സ് ഈസ് ഈക്വൾ ടു എന്തെന്ന് വരും, കോസ് വൈ ഡി വൈ എന്ന് വരും. അപ്പോൾ നമുക്ക് എന്താണ് ഇൻറ്റഗ്രൽ സൈൻ ഇൻവേഴ്സ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡി എക്സിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, കോസ് വൈ ഡി വൈ ഇൻറ്റു ആരാണ് വൈ, സൈൻ ഇൻവേഴ്സ് എക്സ് വൈ ആണ്, വൈ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇൻറ്റഗ്രൽ വൈ സ്ക്വയർ ഇൻറ്റു കോസ് വൈ ഡി വൈ എന്ന് പറയുമ്പോൾ എന്തായി രണ്ട് ഫംഗ്ഷൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ്, ഇനി ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് വരും, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്താണ് സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക. അപ്പോൾ വൈ സ്ക്വയർ അല്ലേ. അപ്പോൾ എന്താണ് ഇൻറ്റഗ്രൽ കോസ് വൈ മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് എന്താണ് ഡെറിവേറ്റീവ് ഓഫ് വൈ വൈ സ്ക്വയർ എന്താണ് 2y ഇൻറ്റഗ്രൽ ഓഫ് ആരാണ് കോസ് വൈ ചെയ്യണം. അപ്പോൾ ഈ ഇൻറ്റഗ്രൽ ഓഫ് കോസ് വൈനെ നമുക്കിപ്പോൾ തന്നെ എന്താക്കാം, സൈൻ വൈ ആക്കി മാറ്റാം. ദെൻ എന്താണ് ഇപ്പോൾ ഇവിടെ എന്ത് വരും, വൈ സ്ക്വയർ ഇൻറ്റു സൈൻ വൈ മൈനസ് 2 ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് വൈ സൈൻ വൈ ഡി വൈ. എന്താണ് ഇവരെ ഒന്നും കൂടി നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം ഈ സെയിം മെത്തേഡിൽ. അപ്പോൾ എന്ത് വരും, ഇൻറ്റഗ്രൽ ഓഫ് എന്തുകൊണ്ടാണ് മീൻസ് വൈ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സൈൻ വൈ മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് വൈയുടെ ഡെറിവേറ്റീവ് ആരാണ് 1 ആണ്. ദെൻ ഇൻറ്റഗ്രൽ ഓഫ് സൈൻ വൈ എന്ന് വരും. ഈ സൈൻ വൈൻ്റെ ഇൻറ്റഗ്രൽ എന്താണ് മൈനസ് കോസ് വൈ ആണ്. അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതിനെ നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ പ്ലസ് ആയിട്ടുണ്ട്. വൈ സൈൻ വൈൻ്റെ മൈനസ് കോസ് വൈ ആയിട്ട് മാറും. ദെൻ ഈ കോസ് വൈൻ്റെ ഇൻറ്റഗ്രൽ ആരായിട്ട് മാറും, അവൻ സൈൻ വൈ ആയിട്ട് മാറും. അപ്പം എന്ത് ചെയ്യണം, ഇത് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കും. അപ്പോൾ ഇവിടെ എന്താണ് ഓൾറെഡി ഒരു മൈനസ് എടുക്കുന്നുണ്ട്. അപ്പോൾ 2y കോസ് വൈ എന്താക്കൂ, അത് പ്ലസ് ആക്കും. പിന്നെന്താണ് -2 സൈൻ വൈ പ്ലസ് സി എന്ന് വരും. അപ്പോൾ ഇങ്ങനത്തെ റിസൾട്ട്സൊക്കെ വരുമ്പോൾ എന്താ വെച്ചെങ്കിൽ ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കുക. ഇതൊക്കെ വേറെ ചാപ്റ്ററിൽ നമുക്ക് ആവശ്യം വരുന്ന സാധനങ്ങളാണ്. ഇനി നമുക്കെന്താണ് വൈനൊക്കെ തിരിച്ചു കൊടുക്കുക അല്ലേ. അപ്പോൾ എന്താണ് സൈൻ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആണ്. ഇനി വൈ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ അത് ഹോൾ സ്ക്വയർ. പിന്നെന്താ പ്ലസ് ഇനി 2y എന്ന് പറയുമ്പോൾ 2 സൈൻ ഇൻവേഴ്സ് ആര് വരിക, സൈൻ ഇൻവേഴ്സ് എക്സ് വരും. ദെൻ കോസ് വൈ എന്നുണ്ട്. കോസ് വൈനെ നമുക്ക് എങ്ങനെ എഴുതാം, 1 - √1 - സൈൻ സ്ക്വയർ വൈ എന്ന് എഴുതാം, സൈൻ സ്ക്വയർ വൈ. അപ്പോൾ അതിലെന്താണ് സൈൻ സ്ക്വയർ വൈക്ക് നമുക്ക് എന്താ എഴുതാം, എക്സ് സ്ക്വയർ എന്ന് എഴുതാം. മൈനസ് ഇനി എന്താണ് 2 സൈൻ വൈ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെങ്ങനെ എഴുതാം, 2x എന്ന് എഴുതാം പ്ലസ് സി. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാണ്, കോസ് ഇൻവേഴ്സ് എക്സ് ഡിവൈഡ് ബൈ 1 - അതായത് √1 - എക്സ് സ്ക്വയർ ആണ് വരുന്നത്. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് എക്സ് കോസ് ഇൻവേഴ്സ് എക്സ് 1 - എക്സ് സ്ക്വയർ ഇൻറ്റഗ്രൽ ഡി എക്സ്. അപ്പോൾ അവിടെ ഇപ്പോൾ എന്താണ് കോസ് ഇൻവേഴ്സ് എക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എന്താണ് ഇതിനവിടെ നമുക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ഉപയോഗിച്ച് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് പുട്ട് y ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് കൊടുക്കുക. വേർ dy ഈസ് ഈക്വൽ ടു ആരെ വരിക, -1 ഡിവൈഡഡ് ബൈ 1 - എക്സ് സ്ക്വയർ. നമുക്ക് എന്ത് ചെയ്യാം, ഈ മൈനസിനെ ഇങ്ങോട്ട് എടുത്തിട്ട് അതിനെ 1/1 √1 - എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് എഴുതാം. ഇനി നമുക്ക് എന്താണ് ഒരു എക്സ് അവിടെ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇൻ ടേംസ് ഓഫ് എന്താണ് എക്സ് ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, നമുക്ക് കോസ് വൈ എന്ന് എഴുതാം. അപ്പോൾ എന്തായി കോസ് വൈ, പിന്നെ കോസ് ഇൻവേഴ്സിനെ നമുക്ക് എന്താ വൈ
പിന്നെന്താണ് ഈ സാധനത്തിന് മൊത്തമായിട്ട് ഡി വൈ എന്നത്. അപ്പോൾ മൈനസ് പുറത്തേക്ക് ഇടാം. ഈ ഡി വൈയിലൊരു എന്താണ് ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തിനും പുറത്തെടുക്കാം. ഇനി എന്താണ് ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് വരിക, വൈ ഇൻറ്റഗ്രൽ കോസ് വൈ മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് വൈ ആരെ വരിക, 1 വരും. ഇൻറ്റഗ്രൽ ആരെ വരിക, കോസ് വൈ എന്ന് വരും. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ കോസ് വൈ എന്ന് പറയുമ്പോൾ ആരെ വരിക, അവൻ സൈൻ വൈ ആവും. ഇനി ഇൻറ്റഗ്രൽ സൈൻ വൈ ആവുമ്പോൾ ആരെ വരും, മൈനസ് കോസ് വൈ വരും. അപ്പോൾ എന്ത് ചെയ്യുക, പ്ലസ് കോസ് വൈ എന്ന് എഴുതുക. ഇവനെന്ത് എഴുതുക, ഇവന് സൈൻ വൈ എന്ന് എഴുതുക. അപ്പം എന്താണ്, ആകെ ഒരു മൈനസ് പുറത്തുണ്ട്. നമുക്ക് മൈനസ് അങ്ങനെ പുറത്ത് തന്നെ എഴുതാം. ഇനി ഇതിനകത്ത് വൈ എന്താണ്, കോസ് ഇൻവേഴ്സ് എക്സ് ആണ്. പിന്നെ സൈൻ വൈ എന്താണ്, നമുക്ക് സൈൻ വൈ ഇല്ല. അപ്പോൾ എന്താ ചെയ്യുക, അതിനെ കോസ് വൈ എന്ന് എഴുതാം. കോസ് വൈ എന്നില്ല, 1 മൈനസ് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ എന്തെന്ന് എഴുതുക, കോസ് സ്ക്വയർ വൈ എന്ന് എഴുതുക. അപ്പോൾ അതിനെന്തൊക്കെ, അതിന് എക്സ് എന്ന് ഇട്ട് കൊടുക്കുക. പ്ലസ് കോസ് വൈ ഇനി എന്തുട്ടാണ്, പ്ലസ് എക്സ് ആണ് വരുന്നത്. പുറത്ത് പ്ലസ് സി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. എന്തെന്നാണ്, √1 മൈനസ് എക്സ് സ്ക്വയർ ഇടാൻ മറന്നുണ്ട്. √1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് എക്സ്. പിന്നെ പുറത്തൊരു മൈനസ് ഉണ്ട്, പ്ലസ് സി. ഇതാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, എക്സ് ഇൻറ്റു സീക്സ് സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സീക്സ് സ്ക്വയർ ആയതുകൊണ്ട് എന്താണ്, അതിന് ഇൻറ്റഗ്രൽ ഉണ്ട്, കുഴപ്പമില്ലാണ്ട് ചെയ്യാം. നോക്കാം ഇങ്ങനെ എന്താ ആൻസർ ഒന്ന് വരുന്നതെന്ന്. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് അല്ലേ, എക്സ് ഇൻറ്റു സീക്സ് സ്ക്വയർ എക്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, എക്സ് ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് സീക്സ് സ്ക്വയർ എക്സ് ഇൻറ്റു മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്താ വരിക, 1 ഇൻറ്റഗ്രൽ ഓഫ് സീക്സ് സ്ക്വയർ എക്സ് വരും. ഇനി ഇവൻ്റെ ഡെറിവേറ്റീവ് അല്ല ഇൻറ്റഗ്രൽ എന്താ വരിക, അത് ടാൻ എക്സ് എന്ന് വരും. അപ്പോൾ എക്സ് ടാൻ എക്സ് മൈനസ് ഇവിടെ എന്ത് വരും, ഇൻറ്റഗ്രൽ ടാൻ എക്സ് എന്ന് വരും. ഇനി ഇൻറ്റഗ്രൽ ടാൻ എക്സ് എന്ന് പറയുമ്പോൾ അവൻ്റെ ഇൻറ്റഗ്രൽ എന്താ വരിക, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് എന്താണ് ഇങ്ങനെ എഴുതാം, സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ എന്ത് വരും, ഇനി കോസ് എക്സ് എന്ന് പറയുമ്പോൾ അതിന് നമുക്കൊരു വൈ എന്നിട്ട് കൊടുക്കാം. പിന്നെ ദാറ്റ് ഈസ് ഡി വൈ ഈസ് ഈക്വൽ ടു കോസ് എക്സ് എന്നിട്ട് കൊടുത്തു. ഡി വൈ ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും, മൈനസ് സൈൻ വൈ ഡി എക്സ് സൈൻ എക്സ് ഡി എക്സ് എന്ന് വരും. അപ്പോൾ സൈൻ എക്സ് ഡി എക്സിനെ നമുക്ക് എന്തെന്ന് കൊടുക്കാം, മൈനസ് ഡി വൈ എന്ന് കൊടുക്കാം ബൈ ആരാണ്, വൈ. ഇതിൻ്റെ എന്ത് വരും, മൈനസ് ലോഗ് എന്ന് വരും. അപ്പോൾ പുറത്തൊരു മൈനസ് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് വരും, പ്ലസ് ലോഗ് കോസ് എക്സ് എന്ന് വരും പ്ലസ് സി. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. എന്താണ്, എക്സ് ടാൻ എക്സ് പ്ലസ് ലോഗ് മോഡ് കോസ് എക്സ് പ്ലസ് സി. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത എന്താണ്, 13ാമത്തെ ക്വസ്റ്റ്യൻ. അവിടെ എന്താണ്, ടാൻ ഇൻവേഴ്സ് എക്സ് മാത്രമേ കിടക്കുന്നുള്ളൂ. അതിനെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. അതെന്താണ്, അതൊരു ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ്. അപ്പോൾ എന്താ വരിക, ആരുമില്ല, ടാൻ ഇൻവേഴ്സ് എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 1 ഇൻറ്റു ഇൻറ്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് ചെയ്യാം. അപ്പോൾ എന്താണ്, ടാൻ ഇൻവേഴ്സ് എക്സ് എന്താവും, ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് വരും. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണല്ലോ. ഇൻറ്റഗ്രൽ 1 മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ്. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് മീൻസ് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആരാ, 1 + 1/x² വരും. പിന്നെ ഇൻറ്റഗ്രൽ ഓഫ് ആര് വരിക, 1 വരും. അപ്പോൾ ഇതെന്താവും, എക്സ് എന്ന് എഴുതാം നമുക്ക്. പിന്നെ എന്താണ്, ഇവിടെ നമുക്ക് എന്താണ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ എക്സ് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ്, ഇനി എന്താണ് ഇവിടെ എന്താണ്, ഈ നമുക്ക് 1 + x² നമുക്ക് എങ്ങനെ എഴുതാം, വൈ എന്ന് എഴുതാം. വേറെ ഡി വൈ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, 2x dx എന്ന് എഴുതാം. ഇവിടെ എക്സ് ഡി എക്സ് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, dy by 2 ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, എക്സ് ഡി എക്സ് എന്ന് എഴുതാം. അപ്പോൾ എന്ത് വരും, ഇവിടെ ലോഗ് വൈ എന്ന് വരും ആൻസർ അല്ലേ. അപ്പോൾ ലോഗ് വൈ ആരാണ്, 1 + x² ആണ്. പുറത്തെന്താണ്, ഒരു 1/2 കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്, എത്രാമത്തെ ക്വസ്റ്റ്യൻ, എക്സ് ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് 1/2 ലോഗ് 1 + x² + c. അടുത്ത ക്വസ്റ്റ്യൻ
അതെന്താണ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ എക്സ് ഇൻറ്റു ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡി എക്സ്. അപ്പോൾ അതിലിപ്പോൾ എന്താണ് അതിലേറ്റ് വെച്ച് ലോഗ് എക്സ് മീൻസ് ലോഗ് എക്സ് ആണെന്ത് ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് വരിക. അപ്പോൾ നമുക്കതിനെങ്ങനെ എഴുതാം? ലോഗ് എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് എക്സ് മൈനസ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ അതാരാ വരിക? 2 log എക്സ് ദെൻ 1/x വരും. ഇൻറ്റഗ്രൽ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ആരാ വരിക? അവിടെ x²/2 എന്ന് വരും. ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്യുക, ഈ എക്സും എക്സും ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ എന്ത് വരും? x log x എന്ന് വരും. ഇനി എന്താണ് ഈ ഒരു പീസിന് ഒന്നും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്? പീസല്ല, എന്താണ് ഈ ഒരു പാർട്ടിന് ഇവിടെ എന്താ വരിക? x²/2 ഇൻറ്റു ലോഗ് എക്സ് ഹോൾ സ്ക്വയർ മൈനസ്. ഇനി ഇതെന്താണ്? ഇതിനെ ചെയ്യുമ്പോൾ എന്ത് വരും? ആരാ വരിക? ഫസ്റ്റ് ഫംഗ്ഷനാണ്, ലോഗ് തന്നെയാണ്. അപ്പോൾ ലോഗ് എക്സ് ഇൻറ്റഗ്രൽ എക്സ് എന്ന് പറയുമ്പോൾ x²/2 വരും. പിന്നെ മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരിക? 1/x എന്ന് വരും. ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ x²/2 വരും. അപ്പോൾ ഈ 2 നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. 2 നമുക്ക് ക്യാൻസൽ ചെയ്യാനൊന്നും പറ്റില്ല. എക്സിനെ ക്യാൻസൽ ചെയ്യുക. അപ്പോൾ എന്ത് വരും? ഇവിടെ ഒരു ഇൻറ്റഗ്രൽ, അതായത് 1/2 ഇൻറ്റു ഇവിടെ എന്താണ് ഇൻറ്റഗ്രൽ എക്സ് ഉണ്ട്, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? x²/2 എന്ന് എഴുതാം. ദെൻ അപ്പോൾ എന്തായി? നമുക്ക് എന്തിനായി എക്സിനെ ഒരുമിച്ച് എഴുതാം? എക്സ് ലോഗ് എക്സ് ദ ഹോൾ സ്ക്വയർ ബൈ 2. പിന്നെ ഇവിടെ എന്താണ്? ഇവിടെ x²/2 ലോഗ് എക്സ് മൈനസ് x²/4 വന്നിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ പിന്നെ എന്താണ്? ഒരു പ്ലസ് സി ഇട്ട് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്തെന്നാണ്? 15ാമത്തെ ക്വസ്റ്റ്യൻ x² + 1 ഇൻറ്റു ലോഗ് എക്സ്. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ ഒരു കേസിലും ആരാണ് ലോഗ് ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് വരും. അപ്പോൾ x² + 1 ഇൻറ്റു ലോഗ് എക്സ് എന്ന് വന്നാൽ അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതുവരെ ലോഗ് എക്സ് ഇൻറ്റഗ്രൽ ഓഫ് x² + 1 മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ 1/x. ഇനി ഇതിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറയുമ്പോൾ x² + 1ൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും? x³ + 3 + x എന്ന് വരും. ഇൻറ്റു ലോഗ് എക്സ് മൈനസ് 1/x ഉണ്ട്. ഇതിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറയുമ്പോൾ x³ + 3 + x എന്ന് വരും. അപ്പോൾ എന്താണ്? ഇതിനകത്ത് നമുക്ക് എക്സിനെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്ത് 1 ആവും. ഇതിനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരിക? അവിടെ x² ആവും. അപ്പോൾ ഇതിനെ കളയാം. ദെൻ ഇനി എന്താണ്? ഇനി ഇതിനൊന്നും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇതിനകത്ത് ഇവിടെ ഒരു 1/3 എടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് വരിക? x³ / 3 അപ്പോൾ 9 വരും. പ്ലസ് എക്സ് എന്ന് വരും. അപ്പോൾ എന്താണ്? ലോഗ് x³ / 3 + x മൈനസ് ഓഫ് x³ / 9 മൈനസ് x + c എന്ന് വരും. അപ്പോൾ എന്താണ്? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 15ാമത്തെ ക്വസ്റ്റ്യൻ വരെ കഴിഞ്ഞ് ഇനി എന്താണ്? 16ാമത്തെ ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? e⁻x ൻ്റെ sin x + cos x ആണ് വരുന്നത്. ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് നമുക്ക് എന്താണ്? e⁻x ഉള്ളിലെടുക്കാം. എന്നിട്ട് എന്താണ്? സെപ്പറേറ്റ് ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? ഈ ഇൻറ്റഗ്രൽ e⁻x sin x പ്ലസ് ഇൻറ്റഗ്രൽ e⁻x cos x. അപ്പോൾ ഇതിനകത്ത് ആരാണ് ഫസ്റ്റ് ഫംഗ്ഷൻ വരിക? ട്രിഗണോമെട്രിക് ലോഗ് ആരാണ് വരിക? എക്സ്പൊണൻറ്റ്. ഫസ്റ്റ് ഫംഗ്ഷൻ ആരാ വരിക? sin x എന്ന് വരും. ഇവിടെ sin x ഇൻറ്റു ഇൻറ്റഗ്രൽ e⁻x മൈനസ് ഇൻറ്റഗ്രൽ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ സൈനിൻ്റെ ഡെറിവേറ്റീവ് ആരാണ്? cos x ഇൻറ്റു e⁻x എന്ന് വരും.
ഇതിനകത്ത് ഇതൊരു സ്പെഷ്യൽ കേസാണ്. ഇവിടെ ഇപ്പോൾ എന്താണ്, ഇത് എഫ് ഓഫ് എക്സും ഇത് എഫ് ഡാഷ് ഓഫ് എക്സും ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തു വന്നപ്പോഴാണ് ഓർമ്മ വന്നത് എന്താണ്, ഇപ്പോൾ ഇതെന്താണ്, ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്, സൈൻ എക്സ് എന്നും എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് എന്താണ്, കോസ് എക്സ് എന്നും എഴുതാം. അപ്പോൾ നമുക്ക് ഈ ഒരു തന്നിട്ടുള്ള ഇൻറ്റഗ്രൻറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഈ റേസ് ടു എക്സ് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് എഴുതാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ റിസൾട്ട് വരുന്നത് ഇങ്ങനെയാണ്, ഈ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഈ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നാണ് വരിക. വേറെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തെന്നാണ്, സൈൻ എക്സ് ആണ്. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ്, ഈ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് സി എന്നാണ് വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. അടുത്തെന്താണ്, എക്സ് ഇൻറ്റു ഈ റേസ് ടു എക്സ് ബൈ 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എക്സ് ബൈ 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഈ റേസ് ടു എക്സ്. അപ്പോൾ ഇവിടെ എന്താണ്, നമുക്കൊരു ഈ റേസ് ടു എക്സ് കിടക്കുന്നുണ്ട്. ദെൻ എന്താണ്, എക്സ് ഉണ്ട്, 1 ബൈ എക്സ് മീൻസ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എക്സ് പ്ലസ് 1 മൈനസ് 1 എന്ന് എഴുതി കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇതിനെ എക്സ് പ്ലസ് 1 ഡിവൈഡ് ബൈ എക്സ് 1 പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം, മൈനസ് 1 ബൈ എക്സ് 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ എന്ത് ചെയ്യാം, ഇതിനകത്ത് നിന്ന് ഈ സ്ക്വയറും ഇതും ക്യാൻസലായി പോകും. അപ്പോൾ ഇത് വരും 1 ബൈ 1 പ്ലസ് എക്സ് പ്ലസ് 1 എന്നാവും. എന്താണ്, നമുക്ക് ഇതിന് എഫ് ഓഫ് എക്സ് എന്നായിട്ട് എടുക്കാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്, 1 ബൈ 1 പ്ലസ് എക്സ് എന്ന് എടുക്കാം. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണ്, മൈനസ് 1 ബൈ 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം, എന്ത് എഫ് ഓഫ് എക്സ് പ്ലസ് എന്തെന്നാണ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ വരിക, അതിൻ്റെ റിസൾട്ട് റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്തെന്നാണ്, 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ അല്ല 1 ബൈ 1 പ്ലസ് എക്സ് ആണ് പ്ലസ് സി. അപ്പോൾ ഇതാണ് എന്താ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളെന്താണ് 17ാമത്തെ ക്വസ്റ്റ്യൻ വരെ ചെയ്തിട്ടുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസ് മറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്, ടൈമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്താണ്, വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒരുപാട് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമെങ്കിൽ വീഡിയോസൊക്കെ എടുത്ത് കാണുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പറ്റുമെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം.